Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. മനുഷ്യന്റെ ദൈവാന്വേഷണം പലപ്പോഴും ഒരു ബലിപീഠത്തിനരികിലാണ് ആരംഭിച്ചത്. ചരിത്രത്തിന്റെ വഴികളിലൂടെ നോക്കുമ്പോൾ പുരാതന വിശ്വാസങ്ങളിൽ ബലിയർപ്പണം ഒരു പ്രധാന ഘടകമായിരുന്നു. പഴയ നിയമത്തിൽ യാഗം ഒരു നിർബന്ധിതമായ ആത്മീയ ക്രമമായി ചിലപ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ അത് പാപമോചനത്തിനായി ദൈവം നിർദ്ദേശിച്ച ഒരു പോംവഴിയാണോ, അതോ മനുഷ്യൻ തന്റെ ഇഷ്ടാനുസരണം സ്വയം അനുഷ്ഠിച്ച ഒരു ആചാരമോ? ആ കാലത്ത് മൃഗങ്ങൾ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ആഹാരം, സമ്പത്ത്, ജീവിതോപാധി. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കുന്ന ഒന്നിന് സമർപ്പിക്കുന്നതായി പലരും കണ്ടു. എന്നാൽ ഈ ക്രമത്തിനുള്ളിൽ തന്നെ ഒരു ആന്തരിക ചോദ്യം ഉയരുന്നു. ബലികൾക്ക് പ്രാധാന്യമുണ്ടോ? ദൈവം മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള ബലി ആഗ്രഹിച്ചിരുന്നു? പ്രവാചകന്മാരുടെ ശബ്ദം അതിന് മറുപടി നൽകുന്നു. നീതിയില്ലാത്ത ബലികൾ ദൈവത്തിന് പ്രസാദകരമല്ല. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഈജിപ്തുമായുള്ള ബന്ധത്തിന്റെ സ്വാധീനത്തിൽ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്ന ദുഷ്പ്രവൃത്തി ഇസ്രയേൽ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്നും ഈ തിന്മയുടെ വേരുകൾ അവരിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയില്ലെന്നും വിശ്വസ്തനും ജ്ഞാനിയുമായ മോശ മനസ്സിലാക്കിയപ്പോൾ അവൻ അവരെ യാഗമർപ്പിക്കാൻ അനുവദിച്ചു. പക്ഷേ അത് സത്യദൈവത്തിന് മാത്രം ചെയ്യാൻ അനുവദിച്ചു. അവൻ യാഗങ്ങളെ പൂർണ്ണമായി നിരോധിച്ചില്ല, മറിച്ച് അവയെ നിയന്ത്രിത രീതിയിൽ ദൈവത്തിലേക്ക് തിരിച്ചു നയിച്ചു. ആ തിന്മയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റാത്തതിനാൽ നിയന്ത്രിച്ച് ശരിയായ ദിശയിൽ നയിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മോശ ആഴത്തിൽ വേരൂന്നിയ തിന്മയുടെ ഒരു പകുതിയെ എങ്ങനെയെങ്കിലും വെട്ടിക്കളയുകയും മറ്റേ പകുതിയെ മറ്റൊന്നിനാൽ തിരുത്താൻ വിടുകയും ചെയ്തു. അതായത് ഭാവിയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കായി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അവൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രവിക്കണം. ആ പ്രവാചകനെ കേൾക്കാത്തവന്റെ ആത്മാവ് അവന്റെ ജനത്തിൽ നിന്ന് ഛേദിക്കപ്പെടും. മോശ നിർദ്ദേശിച്ച ഓരോ ബലിക്കും ഒരു അർത്ഥമുണ്ടായിരുന്നു. പാപത്തിന് പ്രായശ്ചിത്തം, നന്ദിയുടെ പ്രകടനം, ദൈവത്തോടുള്ള ഉടമ്പടി നിലനിർത്തൽ. രക്തം വെറും ദൃശ്യമായ ഒരു ഘടകമല്ലായിരുന്നു, അത് ജീവന്റെ പ്രതീകമായിരുന്നു. ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾക്ക് വിലയുണ്ട്. ജീവിതം വിശുദ്ധമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇതുകൂടാതെ ദൈവത്തിന് ബലി അർപ്പിക്കാൻ അനുവദിച്ച ഏക സ്ഥലവും മോശ നിർണയിച്ചു. ഇതെല്ലാം ഒരു ദൂരദർശിത്വത്തോടെ ഒരുക്കപ്പെട്ടതായിരുന്നു. അനുയോജ്യമായ സമയം വരുമ്പോൾ ആ പ്രവാചകന്റെ ഉപദേശത്തിലൂടെ ദൈവം ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് മോശ ഇങ്ങനെയൊക്കെ ചെയ്തത്. ദൈവം തിരഞ്ഞെടുത്ത ആ സ്ഥലം ബലി അർപ്പിക്കാനുള്ള യഥാർത്ഥ സ്ഥലം, അത് മനുഷ്യന്റെ ജ്ഞാനമാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആയതിനാൽ താൽക്കാലികമായി തിരഞ്ഞെടുത്ത ആ ഭൂമിസ്ഥലം ശത്രുക്കളുടെ ആക്രമണങ്ങളും കവർച്ചകളും കൊണ്ട് പലവട്ടം പീഡിപ്പിക്കപ്പെട്ട ശേഷം ഒടുവിൽ പൂർണ്ണമായും നശിച്ചുപോയി. ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം ശത്രുക്കളാൽ കൊള്ളയടിക്കപ്പെടുകയും അഗ്നിയിൽ ചുട്ടു നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ജനങ്ങളെ അന്യജാതികളിലേക്കു അടിമകളായി കൊണ്ടുപോയി. പിന്നീട് അവർ ദൈവത്തിന്റെ കരുണയിലേക്ക് തിരിഞ്ഞപ്പോൾ വീണ്ടും മടക്കി കൊണ്ടുവന്നു. എന്നാൽ ബലി അർപ്പിക്കുന്ന ജനങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ പതിക്കുമെന്നും ബലികൾ അർപ്പിക്കാതെ കരുണയും നീതിയും അനുഷ്ഠിക്കുന്നവർ മോചിതരായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമെന്നതും അവർ മനസ്സിലാക്കിയില്ല. ഈ സംഭവങ്ങളാൽ അവരുടെ കണ്ണുകൾ തുറക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ സത്യങ്ങൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഭൂരിഭാഗം ആളുകൾ കണ്ടിട്ടും ഗ്രഹിച്ചില്ല. അവർ സാധാരണ ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടന്നു. കാരണം സ്വാതന്ത്ര്യത്തോടു കൂടിയ ശരിയായ തിരിച്ചറിവ് അത് എപ്പോഴും ചിലർക്ക് മാത്രമുള്ള പ്രത്യേക അവകാശമാണ്. കാലം അടുത്തെത്തുമ്പോൾ മോശയുടെ നിയമങ്ങളിൽ അപൂർണമായിരുന്നവ പൂർണ്ണമാക്കപ്പെടുകയും അവൻ പ്രവചിച്ച പ്രവാചകൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ കരുണയാൽ ബലികൾ നിർത്തണമെന്ന് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നവനായിരുന്നു ആ പ്രവാചകൻ. എങ്കിലും ബലികൾ അവസാനിച്ചാൽ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കില്ലെന്ന് അവർ തെറ്റിദ്ധരിക്കാതിരിക്കാനായി അവൻ അവരുടെ ഇടയിൽ ജലസ്നാനം സ്ഥാപിച്ചു. അവന്റെ നാമം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സ്നാനത്തിലൂടെ അവർക്ക് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമായിരുന്നു. അതിനുശേഷം സമ്പൂർണമായ ഒരു ജീവിതം നയിച്ച് അമരത്വത്തിൽ നിലനിൽക്കാനും അവർക്ക് കഴിയും. ഇത് മൃഗങ്ങളുടെ രക്തത്തിലൂടെയല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ശുദ്ധീകരണത്തിലൂടെയാണ് സാധ്യമാകുന്നത്. മോശ മുൻകൂട്ടി പറഞ്ഞ ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്ന ഏവനും അവിശ്വാസികളായ ജനതയുടെയും സ്ഥലത്തിന്റെയും മേൽ വന്നുചേർന്ന യുദ്ധത്തിന്റെ നാശത്തിൽ നിന്ന് പരിക്കേൽക്കാതെ സൂക്ഷിക്കപ്പെട്ടു. ഇത് മഹത്തായ രഹസ്യത്തിന്റെ വ്യക്തമായ തെളിവാണ്. വിശ്വസിക്കാത്തവരെ അവൻ ചിതറിച്ചു. അവരുടെ സ്ഥലത്തു നിന്നും രാജ്യത്തിൽ നിന്നും ദൈവം അവരെ നാടുകടത്തി. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോലും അവർ ദൈവഹിതം മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്തു. എന്നാൽ യാഗങ്ങൾ നിർത്തലാക്കുന്നതിനും സ്നാനത്തിന്റെ കൃപ നൽകുന്നതിനുമായി ക്രിസ്തുവിലുള്ള ഉയിർത്തെഴുന്നേൽപ്പ് അടുത്തപ്പോൾ അവന്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നുവെന്ന് പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ശത്രു ജനങ്ങൾക്കിടയിൽ വിവിധ ഭിന്നതകൾ സൃഷ്ടിച്ചു. അങ്ങനെ ആ ശത്രു യാഗങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ട നമ്മുടെ യേശുവിന്റെ സ്നാനത്തെ കുറ്റപ്പെടുത്തുകയും
ഒരിക്കൽ പാപമോചനത്തിനായി ദൈവം മനുഷ്യവംശത്തിന് അനുവദിച്ച ആചാരത്തെയും യാഗത്തെയും പുകഴ്ത്തി പറയുകയും ചെയ്തു. എന്നാൽ മത്തായി സുവിശേഷകൻ യേശുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യേശുവിന്റെ സ്നാനം സ്വീകരിക്കാത്ത ഏതൊരാളും സ്വർഗരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെടുക മാത്രമല്ല, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുകയുമില്ല എന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. അവൻ തുടർന്നു, നിങ്ങൾ അർപ്പിക്കുന്ന യാഗങ്ങളിൽ ദൈവം വളരെ അനിഷ്ടനാണെന്ന് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. യാഗങ്ങൾ അർപ്പിക്കുന്ന നിങ്ങളുടെ യാഗം ഇപ്പോൾ കഴിഞ്ഞുപോയെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തതിനാൽ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെടും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിലകൊള്ളും. അപ്പോൾ നിങ്ങളുടെ അവിശ്വാസം അനേകരുടെ വിശ്വാസത്താൽ വിധിക്കപ്പെടേണ്ടതിന് നിങ്ങളുടെ നേരെ സാക്ഷ്യത്തിനായി സുവിശേഷം ജാതികളോട് പ്രസംഗിക്കപ്പെടും. കാരണം ലോകം മുഴുവൻ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നു. ഒന്നുകിൽ എല്ലാവരിലേക്കും വ്യാപിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായി ബാധിക്കുന്നു. അതിനാൽ അതിന്റെ രക്ഷയ്ക്കായി അത് സന്ദർശിക്കാൻ ഒരു വൈദ്യൻ ആവശ്യമാണ്. അതിനാൽ ഞങ്ങൾ നിങ്ങളോട് സാക്ഷ്യം വഹിക്കുകയും നിങ്ങളിൽ ഓരോരുത്തർക്കും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് പ്രയോജനകരമെന്ന് നിങ്ങൾ തന്നെ പരിഗണിക്കുക. അങ്ങനെ ബലി അനുവദനീയമായപ്പോഴും മനുഷ്യന്റെ ആത്മാവ് നീതിയിലും കരുണയിലും നിലനിൽക്കണം എന്ന് വചനം തന്നെ പഠിപ്പിക്കുന്നു. ആയതിനാൽ ഈ ബലികൾ ദൈവം രക്തം ആഗ്രഹിക്കുന്നവനാണ് എന്നതിന്റെ തെളിവല്ല, മറിച്ച് അവ ഒരു അടയാളമായിരുന്നു. പ്രവാചകന്മാരുടെ വാക്കുകളിൽ ദൈവം രക്തത്തേക്കാൾ കരുണയെ, യാഗത്തേക്കാൾ നീതിയെ, ആചാരത്തേക്കാൾ സത്യത്തെ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ ഗൗരവവും അതിന്റെ ഫലവും മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു സത്യമായിരുന്നു. നിയമങ്ങളിൽ ഓരോ ബലിക്കും വ്യക്തമായ ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. പ്രായശ്ചിത്തം, നന്ദി, സമർപ്പണം. അവ അനിയന്ത്രിതമായ ഹിംസയല്ല, കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുള്ള ഒരു ആത്മീയ ക്രമമാണ്. ഈ ചിന്തയാണ് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ പുതിയ അർത്ഥം നേടുന്നത്. യേശുവിന്റെ ജീവിതവും മരണവും ബലിയുടെ ആശയം പൂർണ്ണമായി മാറ്റുന്നു. അവൻ ഒരു നരബലിയല്ല, എന്നാൽ മനുഷ്യന്റെ പാപത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരേയൊരു സമ്പൂർണ്ണ ആത്മീയ ബലിയായി കാണപ്പെടുന്നു. പഴയ നിയമത്തിലെ അനവധി ബലികൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സത്യത്തെ അവന്റെ ത്യാഗം ഒരിക്കൽ കൊണ്ട് പൂർത്തിയാക്കുന്നു. അങ്ങനെ പഴയ ബലിപീഠം പുതിയൊരു അർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. രക്തത്തിന്റെ ബലിയായി അല്ല, സ്നേഹത്തിന്റെ സമർപ്പണമായി. എന്നാൽ ഇതോടെ യാഗം എന്ന ആശയം അവസാനിക്കുന്നില്ല, അത് രൂപം മാറുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിൽ ബലിയെക്കുറിച്ചുള്ള ഒരു സമതുലിത ദൃഷ്ടികോണം കാണാം. ഒരു വശത്ത് അവർ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധ ബലിയായി സമർപ്പിക്കുക. ഇത് അർത്ഥമാക്കുന്നത് ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കപ്പെടണമെന്നാണ്. സ്നേഹത്തിലും സത്യത്തിലും നയിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് യഥാർത്ഥ യാഗം. പക്ഷേ മറ്റൊരു വശത്ത് അവർ മുന്നറിയിപ്പ് നൽകുന്നു, ശൂന്യമായ ആചാരങ്ങളും പുറം ചടങ്ങുകളും ദൈവത്തിന് പ്രസാദകരമല്ല. ഹൃദയമില്ലാത്ത ബലി അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പഠനം ബലിയിലെ രണ്ടു വശങ്ങൾ കാണിക്കുന്നു. അത് നല്ലതുമാണ്, തെറ്റായതുമാണ്. ഹൃദയത്തിൽ സ്വയം സമർപ്പിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരം, ആചാരമായി ചെയ്താൽ അത് ശൂന്യം. ദൈവം ഒരിക്കലും രക്തം ചിന്തുന്ന ബലി ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒരു ബന്ധം വ്യക്തമാണ്. പഴയ നിയമം പറയുന്നു ബലി അനുവദനീയമാണ്, പുതിയ നിയമം പറയുന്നു ബലി ആവശ്യമാണ്, പക്ഷേ അത് ഹൃദയത്തിൽ നടത്തണം. ഈ യാത്രയിൽ യാഗങ്ങൾ കേവലം ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒരു ജീവിതമായി മാറുന്നു. നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. അവസാനം മനുഷ്യൻ മനസ്സിലാക്കുന്നു, ദൈവം രക്തത്തെ തേടുന്നില്ല, അവൻ തേടുന്നത് സത്യസന്ധമായ ഒരു സമർപ്പിത ഹൃദയമാണ്. ദൈവത്തിന്റെ സന്തോഷം ആചാരങ്ങളിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. ഈ ചിന്ത കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ്. അവന്റെ ജീവിതവും ത്യാഗവും ബലിയുടെ ആശയം തന്നെ പുതുക്കി നിർവചിക്കുന്നു. മൃഗങ്ങളുടെ രക്തത്തിലല്ല, മനുഷ്യന്റെ സ്നേഹത്തിലും ക്ഷമയിലുമാണ് യഥാർത്ഥ സമർപ്പണം. ആദ്യകാല ക്രൈസ്തവ നേതാവായ ക്ലെമന്റ് തന്റെ ലേഖനമായ ഫസ്റ്റ് എപ്പിസിൽ ഓഫ് ക്ലെമന്റിൽ പഴയ ബലികളുടെ ക്രമവും നിയമവും അംഗീകരിക്കുമ്പോഴും അതിന്റെ അർത്ഥം മാറുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ബലികളല്ല, മറിച്ച് വിനയം, അനുസരണം, നല്ല ജീവിതം എന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഈ ആശയം കൂടുതൽ ആഴത്തിൽ ഓഗസ്റ്റിന് തന്റെ കൃതിയായ ദ സിറ്റി ഓഫ് ഗോഡിൽ വ്യാഖ്യാനിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തിയും യഥാർത്ഥ ബലിയാണ്. അവനു വേണ്ടിയുള്ള യഥാർത്ഥ യാഗം അഗ്നിക്കരികിലല്ല, അതോ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഇങ്ങനെ ചരിത്രത്തിന്റെ വഴികളിലൂടെ ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നു. ബാഹ്യ ബലികളിൽ നിന്ന് അന്തർസമർപ്പണത്തിലേക്ക്, രക്തത്തിൽ നിന്ന് കരുണയിലേക്ക്, ആചാരങ്ങളിൽ നിന്ന് ആത്മീയ സത്യത്തിലേക്ക്. അവസാനമായി ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നല്ല, പകരം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ് നാം ചോദിക്കേണ്ടത്. ആ ചോദ്യം തന്നെ ഉത്തരവും പറയുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് രക്തം ചിന്തുന്ന ബലികളല്ല, നമ്മുടെ സത്യസന്ധമായ ഹൃദയമാണ്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always,
thank you guys for watching and I hope to see you all soon.